മാതൃസ്നേഹത്തിന് പകരം നൽകാൻ എന്താണുള്ളത്? ഒരാൾക്ക് ഏറ്റവുമധികം ഉത്തരവാദിത്തമുള്ളത് മാതാവിനോടാണെന്നും മാതൃവിരോധം നരകത്തിലേക്ക് നയിക്കുമെന്നും മാതാപിതാക്കൾക്കുമേൽ കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കണമെന്നും കൽപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്നേഹത്തിന്റെ ദീപ്തിയെക്കുറിച്ചാണ് നമ്മെ തെര്യപ്പെടുത്തുന്നത്. ഹദീസ് നിവേദകരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ മാതൃസ്നേഹത്തിന്റെ ഒരു നേരനുഭവം വിവരിച്ചപ്പോൾ അവർക്ക് സ്വർഗമുണ്ടെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിച്ചത്. പൊള്ളുന്ന മണൽ കാട്ടിൽ പെട്ടൊരു മാതാവും തൻ മക്കളും വിശന്നൊരു വാതിൽക്കൽ മുട്ടിയിടുന്നു. മുഅ്മിനീൻ പ്രിയ മാതാ ആയിഷ തൻ മുന്നിലതാ തളർന്ന ദേഹവുമായി 3 പേർ നിന്നിടുന്നു. പൊള്ളുന്ന മണൽ കാട്ടിൽ പെട്ടൊരു മാതാവും തൻ മക്കളും വിശന്നൊരു വാതിൽക്കൽ മുട്ടിയിടുന്നു. മുഅ്മിനീൻ പ്രിയ മാതാ ആയിഷ തൻ മുന്നിലതാ തളർന്ന ദേഹവുമായി 3 പേർ നിന്നിടുന്നു. തിരിഞ്ഞു പുരക്കകത്തെന്തെങ്കിലും ശേഷിപ്പുണ്ടോ? തിരിഞ്ഞു ആ കണ്ണുകൾ 4 ചുമരിനുള്ളിൽ. കിട്ടിയ കാരക്കകൾ 3 മാക്കൈ 2ലും ചിട്ടയിൽ വെച്ചു ബീവി പുഞ്ചിരി തൂകിയിടുന്നു. തിരിഞ്ഞു പുരക്കകത്തെന്തെങ്കിലും ശേഷിപ്പുണ്ടോ? തിരിഞ്ഞു ആ കണ്ണുകൾ 4 ചുമരിനുള്ളിൽ. കിട്ടിയ കാരക്കകൾ 3 മാക്കൈ 2ലും ചിട്ടയിൽ വെച്ചു ബീവി പുഞ്ചിരി തൂകിയിടുന്നു. ആഹ്ലാദ ചിത്തയായ മാധവ കാരക്കകൾ ആഹരിക്കാനായി നൽകി മക്കൾ തൻ കരങ്ങളിൽ. വിശപ്പിൻ കാഠിന്യത്താൽ വലഞ്ഞ വയറുകൾ വാങ്ങുന്നു നയനങ്ങൾ കുളിർത്തു പ്രതീക്ഷയാൽ. പൊള്ളുന്ന മണൽ കാട്ടിൽ പെട്ടൊരു മാതാവും തൻ മക്കളും വിശന്നൊരു വാതിൽക്കൽ മുട്ടിയിടുന്നു. മുഅ്മിനീൻ പ്രിയ മാതാ ആയിഷ തൻ മുന്നിലതാ തളർന്ന ദേഹവുമായി 3 പേർ നിന്നിടുന്നു. ശേഷിച്ച ഈത്തപ്പഴം വായിലേക്കിടും നേരം നീളുന്നു മുന്നിലേക്കായി കുരുന്നു കരം വീണ്ടും. വദനം വാടുന്നില്ല, ശിരസ് താഴുന്നില്ല, പകുത്തു കാരക്കയും പകർന്നു സ്നേഹത്താലെ. കാഴ്ചകൾ കണ്ടു നിന്ന് വിവിധൻ കണ്ണിൽ നിന്നും കാണിക്കയായുതിർന്നു കണ്ണുനീർ തുള്ളി മണ്ണിൽ. മാനവ കുലശ്രേഷ്ഠൻ എത്തിടും നേരം നോക്കി മാനസമലിച്ച സംഭവം ചൊന്നിടുന്നു. വഹിയായി കാര്യം മുൻപേ ഗ്രഹിച്ച തിരുദൂതർ തന്നുടെ വദനത്തിൽ സന്തോഷം നിറയുന്നു. നന്മയാം പ്രവൃത്തിയാൽ മാതാവ് ജന്നത്തിലായി പുകിയ കാര്യം ത്വഹാ ബീവിയോടോതിയിടുന്നു. നന്മയാം പ്രവൃത്തിയാൽ മാതാവ് ജന്നത്തിലായി പുകിയ കാര്യം ത്വഹാ ബീവിയോടോതിയിടുന്നു. പൊള്ളുന്ന മണൽ കാട്ടിൽ പെട്ടൊരു മാതാവും തൻ മക്കളും വിശന്നൊരു വാതിൽക്കൽ മുട്ടിയിടുന്നു. മുഅ്മിനീൻ പ്രിയ മാതാ ആയിഷ തൻ മുന്നിലതാ തളർന്ന ദേഹവുമായി 3 പേർ നിന്നിടുന്നു.